നമസ്കാരം. നമ്മുടെ രണ്ടാമത്തെ ഹിന്ദി ലേണിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡെയിലി റുട്ടീനാണ് പഠിച്ചത്. എന്നാൽ ഹിന്ദിയിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള ചില വാക്കുകളുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ആക്ഷൻ വേർഡ്സ്. വരിക, പോവുക, ഇരിക്കുക എന്നിങ്ങനെയുള്ള 10 പ്രധാന വാക്കുകൾ എങ്ങനെ ലളിതമായി ഉപയോഗിക്കാം എന്ന് ഇന്ന് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ വേർഡ് വരിക. അതായത് കൂട്ടുകാരോടാണെങ്കിൽ നമ്മളത് ആവോ എന്നും മുതിർന്നവരോടാണെങ്കിൽ അത് അയ്യേ എന്നും പറയണം. അപ്പോൾ ആവോ അല്ലെങ്കിൽ അയ്യേ. ഓക്കെ, വരിക എന്താണെന്ന് നമുക്കറിയാം. ആവോ അല്ലെങ്കിൽ അയ്യേ. പോവുകയാണെങ്കിൽ കൂട്ടുകാരോടാണെങ്കിൽ അത് ജാവോ എന്നും മുതിർന്നവരോടാണെങ്കിൽ അത് ജായിയേ എന്നും പറയാൻ ശ്രമിക്കുക. ഓക്കെ, ജാവോ അല്ലെങ്കിൽ ജായിയേ. ജാവോ അല്ലെങ്കിൽ ജായിയേ. അടുത്ത കഴിക്കുക. കഴിക്കാൻ പറയുന്നത് എന്താ പറയാം? കൂട്ടുകാരോടാണെങ്കിൽ അത് ഖാവോ എന്നും മുതിർന്നവരോടാണെങ്കിൽ അത് ഖായിയേ എന്നും പറയാം. കഴിച്ചാലും. ഓക്കെ, കുറച്ച് റെസ്പെക്റ്റോടുകൂടി പറയുന്നത് ഖായിയേ. ഖാവോ അല്ലെങ്കിൽ ഖായിയേ. കുടിക്കുക എങ്ങനെ പറയും നമ്മൾ കൂട്ടുകാരോടാണെങ്കിൽ? പിയോ എന്നും മുതിർന്നവരോടാണെങ്കിൽ പീജിയേ, കുടിച്ചാലും എന്ന് പറയും നമ്മൾ. കുടിക്കുക പിയോ അല്ലെങ്കിൽ പീജിയേ. ഇരിക്കുക അതെങ്ങനെ നമ്മൾ കൂട്ടുകാരോട് പറയും? ബൈഠോ. മുതിർന്നവരോടാണെങ്കിൽ ബൈഠിയേ, ഇരുന്നാലും. ബൈഠിയേ, ബൈഠോ അല്ലെങ്കിൽ ബൈഠിയേ. പറയുക എന്നുള്ളത് എങ്ങനെ പറയും? ബോലോ അല്ലെങ്കിൽ ബോലിയേ, പറഞ്ഞാലും. കൂട്ടുകാരോടാണെങ്കിൽ നമുക്ക് ബോലോ എന്നും മുതിർന്നവരോടാണെങ്കിൽ അത് ബോലിയേ എന്നും റെസ്പെക്റ്റോടുകൂടി പറയാം. അടുത്തത് കേൾക്കുക. സുനോ അല്ലെങ്കിൽ സുനിയേ, കേട്ടാലും. സുനിയേ അല്ലെങ്കിൽ സുനോ. കൂട്ടുകാരോട് സുനോ എന്നും മുതിർന്നവരോട് നമ്മൾക്ക് റെസ്പെക്റ്റോടു കൂടി സുനിയേ എന്നും പറയാം. ചെയ്യുക. കരോ അല്ലെങ്കിൽ കീജിയേ, ഇത് ചെയ്താലും. കീജിയേ, കരോ അല്ലെങ്കിൽ കീജിയേ. അടുത്ത് നോക്കുക എങ്ങനെ പറയും? ദേഖോ അല്ലെങ്കിൽ ദേഖിയേ, നോക്കിയാലും. ദേഖോ, ദേഖിയേ. റെസ്പെക്റ്റോടുകൂടി ദേഖിയേ എന്ന് പറയാം. കൂട്ടുകാരോടാണെങ്കിൽ ദേഖോ എന്നും പറയാം. അടുത്ത് എടുക്കുക എങ്ങനെ പറയാ? ലോ. അത് മുതിർന്നവരോടാണെങ്കിൽ റെസ്പെക്റ്റോടുകൂടി ലീജിയേ എന്ന് പറയുക. കൂട്ടുകാരോടാണെങ്കിൽ ലോ എന്നും എടുക്കൂ എന്നും മുതിർന്നവരോട് ലീജിയേ, എടുത്താലും എന്ന് പറയാം. ഈ 10 വാക്കുകൾ നിങ്ങൾ ഇന്ന് തന്നെ വീട്ടിൽ പറഞ്ഞ് ശീലിക്കുക. അടുത്ത വീഡിയോയിൽ ഈ വാക്കുകൾ വെച്ച് എങ്ങനെ ചെറിയ വാക്യങ്ങൾ ഉണ്ടാക്കാം എന്ന് നമുക്ക് പഠിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.